അപ്പോൾ ഹലോ മൈ ഗൈസ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. പഴയ വീഡിയോ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിലേക്ക് വന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. പഴയ വീഡിയോ കാണാത്തൊരു പഴയ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ദുബായത്തെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. ദുബായത്തെ ഈ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇൻഷാ അല്ലാ ഫ്ലൈറ്റ് കയറി നാട്ടിലേക്കാണ് നമ്മൾ പോണത്. ആ സസ്പെൻസ് ഇനി ഞാൻ നിങ്ങൾക്ക് മറച്ചു വെക്കുന്നില്ല. നാട്ടിലേക്ക് പോയിട്ട് ഒരു ഒന്നൊന്നര പൊളി പൊളിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ വീട്ടിലും വൈഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജോർജിയക്ക് പോകുകയാണെന്നുള്ളതാണ്. ജോർജിയയിൽ അസറുവിൻ്റെ അടുത്തേക്ക് പോകുകയെന്ന് പറഞ്ഞേക്കണത്. കാരണം ബാസിലാണെങ്കിലും അവിടെ ഉണ്ട്. അപ്പോൾ ഞാനും കൂടി പോയിട്ട് ജോർജിയ ഒന്ന് അടിച്ച് പൊളിച്ച് വരിക എന്നുള്ള ആ ഒരു പ്ലാന് കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ വീട്ടിൽ പറഞ്ഞു വെച്ചിരിക്കണം. അപ്പോൾ അവരൊക്കെ വിചാരം ഞാൻ ജോർജിയക്ക് പോവുകയാണ്, അതിന് മുന്നോടിയായിട്ട് ലേ ഓവറിൽ ദുബായിൽ വന്ന് നിൽക്കുകയാണ് എന്നുള്ളതാണ് അവരൊക്കെ വിചാരം. ആകെ നമ്മളെ ചെക്കന്മാർക്ക് മാത്രം, ഹനാനും ഞങ്ങളെ ആ ടീമിന് മാത്രമേ ഞാൻ നാട്ടിലേക്കാണ് വരുന്നതെന്ന് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരുത്തരായിട്ട് സർപ്രൈസ് ചെയ്യണ ഒരു കിടുക്കാച്ച് വ്ളോഗേക്കരുത്. തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരും ജെന്യൂൻ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം. ഫ്രണ്ട്സിന് ഇത് അറിയാം കേട്ടോ. നമ്മളൊരു കൂട്ടുകെട്ടിലുള്ള ചെങ്ങന്മാരോട് ഞാൻ പറഞ്ഞു, കാരണം എൻ്റെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാൻ ഒരു വരണ്ടേ. അപ്പോൾ ഓൾക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ എൻ്റെ നാട്ടിലത്തെ കമ്പനിക്കാർക്കോ അല്ലെങ്കിൽ എന്താ പറയുക വീട്ടിലുള്ള ഉമ്മാക്കോ ഉപ്പാക്കോ അനിയന്മാർക്കോ വൈഫിനോ ഒന്നും അറിയില്ല കാര്യം. അപ്പോൾ ഓരോന്നും പ്രതീക്ഷിക്കണില്ല ഞാൻ വരുന്നതൊന്നും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്നൊന്നും ക്ലിപ്പൊന്നും എടുക്കണില്ല, നേരെ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇൻഷാ അല്ലാ അവിടെ നിന്നുള്ള വിഷ്വൽസ് എടുത്ത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻഷാ അല്ലാ കൊച്ചി എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ കൺവെയർ ബെൽറ്റ് കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ? ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ എത്തിയിട്ടില്ലെന്നില്ലേ. ഈ ആനപ്പട്ടം കണ്ട പ്രത്യേകിച്ച് മനസ്സിലാവും. അതെ, വേറെ എവിടെയല്ല, നമ്മളെ നാട്ടിൽ തന്നെ, കൊച്ചിയിൽ. അപ്പോൾ കോമഡി എന്താ ഉണ്ടായി വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ മറ്റേ 2 ലഗേജ് ഉണ്ടായിരുന്നു. എൻ്റെ 2 ലഗേജിൽ ഒരു ലഗേജേ കിട്ടിയിട്ടുള്ളൂ, ഒരു ലഗേജ് വന്നിട്ടില്ല. അത് മിക്കവാറും മൂഞ്ചിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ റിട്ടേൺ കംപ്ലയിൻറ്റ് കൊടുത്ത് പോകേണ്ടി വരും. ആ ലഗേജ് ഇനി അവർ ഡെലിവറി ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞേക്കണേ. എന്തായാലും പരിപാടി ഇടപെടൽ മൂഞ്ചി ആകെ ഭ്രാന്തടിക്കാനൊരു വകുപ്പ് വയ്ക്കണേ. നമ്മളെ ചെക്കന്മാർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓരോട് മാത്രമേ ഞാൻ വരുന്ന വിവരം പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ വീട്ടുകാർക്കോ വേറെ നാട്ടിലുള്ള ഫ്രണ്ട്സിനോ വൈഫിനോ ആർക്കും കാര്യം അറിയില്ല. അപ്പോൾ എന്താവുന്നില്ല, നമുക്ക് നോക്കാം. അവർക്ക് സർപ്രൈസ് ആക്കണം. ഞാൻ ഓരോടൊക്കെ ജോർജിയ പോകുന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്തതൊക്കെ. നമുക്ക് നോക്കാം. ഏതായാലും ഇപ്പം എൻ്റെ ലഗേജ് എന്താകാവോ, പ്രാർത്ഥിക്കല്ലാവരും. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മളെ ലഗേജ് മൂഞ്ചി, ഒരു ലഗേജ് മിസ്സിങ് ആണ്. ആ ലഗേജിന് കംപ്ലയിൻറ്റും കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോണ്. നമ്മളെ കൂട്ടുകാർ പുറത്തേക്കുണ്ട്, നമുക്ക് പോയേക്കാം. കൂട്ടുകാരന്മാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അതൊരു നെഗറ്റീവായി. ഏത് ലഗേജ് കിട്ടാത്തത്. ലഗേജ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായേനെ. ചെറുക്കന്മാരൊന്നും കാണാമല്ലോ റബ്ബേ, ഒരാരും കാണാമല്ലോ കേട്ടോ. പോയോട്ടെ, പോട്ടെ. ബൈ. ഈ എയർപോർട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഇനി വരുത്തല്ല റബ്ബേ. ഇവരെ ഞാൻ എവിടെയോ കണ്ടു പരിചയമുള്ള മുഖങ്ങൾ. എവിടെയോ കണ്ടു പരിചയമുള്ള മുഖങ്ങളാണല്ലോ. എവിടെയോ കണ്ടു പരിചയമുള്ള മുഖങ്ങളാണല്ലോ. അടാ, ഇതേമാതിരി ഒരു ബാഗും കൂടി ഉണ്ട്, ഒരു സൈസും കൂടി. അത് ചെങ്ങായിന്റെ പെട്ടിന്ന് പൊട്ടിച്ചതാ. ആകെ നെഗറ്റീവ് ആയ ആ പെട്ടി കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. മുത്തുമണികളെ ഉദര കളിച്ചില്ല. ഞാൻ കുറച്ച് സ്റ്റാൻഡുകൾ ഇറങ്ങി വന്നാ ഇതിലൊന്നും പറയണ്ട. നമ്മളിറങ്ങണേ ഇനി ഫുള്ള് ചെറുക്കന്മാരപ്പം ഇത് നട്ടപ്പോ അതിനൊക്കെ ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട്. ഒരു വെള്ളം വാങ്ങാൻ ഇറങ്ങിയതാണ്. എന്താ ഈ ചങ്ങായിന്റെ കഥ? കുറവായി ബോസിന്. ഇക്ക ഫുള്ള് യൂട്യൂബ് ആണല്ലോ ഇപ്പൊ. ആരത്? ഞാനാ കാര്യായിട്ട് തിന്നണെന്ന് പറഞ്ഞ. കാര്യായിട്ട് 300 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മീൻകറി നിറഞ്ഞിറങ്ങിയത്. പെരുന്നവാണ് അങ്ങാടി എത്തിയത്. മീൻകറി ഇട്ടില്ല. എവിടെയല്ലേ മീൻകറി? എവിടെയല്ലേ? എറണാകുളത്ത് നിന്നൊക്കെ പോന്നു. എറണാകുളം 2 ജില്ല കടന്നു പോന്നു. മീൻകറി
ആദ്യം പച്ചക്കറി ഉണ്ടാക്കുക പോലെ ആദ്യം എന്തുണ്ടാവും ഈ ചട്ടിനി ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത കറികളൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ പോലെ താളിച്ചുണ്ടാക്കലാണ് ചിക്കൻ കറി, മീൻ കറി. ഇവർക്ക് അറിയാം ഈ ഏരക്കന്നെ മീൻ കറി തിന്നാനും ചിക്കൻ കറി തിന്നാനും ബീഫ് തിന്നാനും ആൾക്കാർ വരും. എന്നാലും ഒന്ന് ഇങ്ങനെ 9 വരെ താളിച്ച മീൻ കറി ആവാനും 9 എന്താ മീൻ കറി 5 മണിക്ക് ഉണ്ടാവൂലേ. എന്നാലും ഇങ്ങനെ അതൊരു കാലങ്ങള് കൈമാറി വന്ന കൾച്ചർ. ഇവർക്ക് ഒരു 9 മണി ഇങ്ങോട്ട് ആവണം മീനൊക്കെ ഇങ്ങനെ വെന്ത് വരണമെങ്കിൽ. അത് ആ ഇഡലി ചുടുമ്പോ അതിന്റെ ആ ചട്ടിനീന്റെ ഒപ്പം മീൻ ചുട്ട് കൂട്ടിയത് എന്താ പ്രശ്നം? നമ്മളെ പോലെ ഇരുന്നിട്ട് തപ്പി കിടക്കുക. ആ ഏരിയയിലൊന്നും ഇല്ല, ഇവിടെ ഒന്നും തുറന്നിട്ടില്ല. ഇനി ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഉണ്ടാവുന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. നമ്മളിപ്പോ എവിടെ എത്തരോ അർശുവിനെയും കൊണ്ട് പെരിന്തൽമണ്ണ എത്തിയിരിക്കുന്നു. ഏതാണ് സുഹൃത്തുക്കളെ? അർശു കാനഡയിൽ പോവാൻ എവിടെ അതിന്റെ ഉള്ളില് ആടാ ആ ഹോട്ടലാണേ. അത് ശരി, ആ കോംപ്ലക്സിൽ തന്നെയാണ് ഹോട്ടല്. തിരി അർശു കുറെ പഠിക്കാണ്ട്. ആ സുഹൃത്തുക്കളെ നമ്മള് KSRTC ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഇങ്ങനെ സൈഡാക്കി തിരിച്ചാണ്. അച്ചു ഇവിടെ ആരോ കണ്ടിട്ട് ചവിട്ടിയാണ്. ഇയാള് മറ്റേ പള്ളിക്കത്തെ കാക്കല്ലേ? ഇവിടെ ലെഫ്റ്റ് അപ്പൊ പഴയ മാതിരിയല്ല എന്ന് പറയുമ്പോ എന്തായി? അപ്പൊ പഴയത് ഹോട്ടൽ MPS പഴയ മാതിരിയല്ല ഹോട്ടൽ MPS റോയൽ സ്വീറ്റ്സ് ആണ്. സെക്യൂരിറ്റിനോട് ചോദിച്ചാലോ? കാക്കേ ഹോട്ടലിന് അയക്കില്ലേ? എപ്പോഴാ ഓർക്കുക? നമുക്ക് ഈ പൊറാട്ടയും മീൻകറി കിട്ടാൻ എവിടെയാ നല്ലേ? ഒരു അരമണിക്കൂറല്ലടാ. 35 നോൺ വെജ് ഒക്കെ ആവോ? മീൻകറിയും ഞാൻ പറയട്ടെ, അരമണിക്കൂർ മട്ടനോ? നമ്മളൊരു കാലി ചായ പിടിച്ചു വരാം കേട്ടോ. ഇവിടെ ഉണ്ടോ? ഓക്കെ പോരാ. കാക്ക വല്ല റിപ്പോർട്ടർ ചാനലുകാരും രാവിലെ തന്നെ ഇറങ്ങിയാണ്ട് 8 മണിയാവുമ്പോ എന്തായാലും മീനും മട്ടനൊക്കെ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞു അതിലേ പൊറാട്ട ഒക്കെ എവിടെ കിട്ടാ? ഹോട്ടലായിട്ടില്ല. ഹോട്ടൽ തന്നെ ആയിട്ടില്ല, പൊറാട്ട അല്ല ഹോട്ടൽ തന്നെ ആയിട്ടില്ല. പിന്നല്ലേ പൊറാട്ടയും മീനൊക്കെ വരണുള്ളൂ. അല്ല ഇതന്നെയാണ് ഞാൻ പറഞ്ഞ ഹോട്ടല്. പെരിന്തൽമണ്ണക്കാര് കമന്റ് ചെയ്യാട്ടോ, ഇവിടെ നല്ല ഫുഡാണോ? ഞാൻ എന്താ വെച്ചാലേ കാക്ക പിന്നെ എങ്ങനെയാക്കോ കഴിക്കാനുള്ളതാ? ആ ഇതെന്താ അറിയോ, നമ്മളീ ബോയ്സിന്റെ പ്രശ്നം എന്താ അറിയോ? എനിക്കിപ്പോ ശരിക്കും എന്ത് ചെയ്യണ്ടീനി? എനിക്ക് വേറെ എവിടെയെങ്കിലും പോയി ചായ കുടിച്ചിണ്ടീനി. പക്ഷെങ്കിൽ ഇനിയിപ്പോ മൂപ്പരാണ് ഇടപെട്ടും ചെയ്ത്. അപ്പൊ എന്തായി നമ്മള് അതായത് ഇല്ലേ, ഇതാണ് ബോയ്സിന്റെ പ്രശ്നം. ആകെ അടങ്ങേറായിങ്ങാണ്ട്. അതായത് ഞാനൊക്കെ അങ്ങനെ കൊറേ പെട്ടിക്കണ്, കൊറേ ആൾക്കാര് സിമ്പതിയില് കുടുങ്ങി ഇങ്ങനെ തലമാന്തി. ഇനിയിപ്പോ അയാൾക്ക് സങ്കടമായി. അതേമാതിരി ഡ്രസ്സ് എടുക്കുന്ന പീടിയത്തെ ചെറുക്കന്മാരൊക്കെ നമ്മളോട് കമ്പനി ആവും ആദ്യം, എന്നിട്ടാണ് ഡ്രസ്സ് കാണിച്ചു തന്നെ ഉള്ളൂ. ആദ്യം പോലെ പേരോടെ ഇവിടെ മട്ടൻ കഴിക്കണം. ഇവിടെ ചോദിച്ചാലോ ആ പൊറാട്ട മൂടിട്ടാ, അതാ ആ കീറത്തുണിയോണ്ട് മൂടിയിട്ട് എന്താ അറിയോ പൊറാട്ട. പിന്നെ എവിടുന്ന എനിക്ക് ഇത്ര ധൈര്യം? ബീഫും മീൻകറി കായക്കോ? മീൻകറി ആക്കും. ഞാൻ പറഞ്ഞില്ലേ ആ ടൈമാണ്. അടുക്കള കയറി ചോദിച്ചു, ഈ കളറിനെ പറ്റി എനിക്ക് എന്താ പറയല്ലേ? മയിൽ കളറ് നല്ല കളർ ടോപ്പ് സൂപ്പർ വണ്ടി. നമ്പർ പ്ലേറ്റ് അതായത് വണ്ടി നിർത്തുമ്പോ സ്റ്റൈല് നിർത്തണം. അത്രേ ഉള്ളൂ. സ്റ്റൈൽ രാജ്. 1.5 ഏക്കർ സ്ഥലമുണ്ട് അവിടെ. അച്ഛന് പണ്ടേ പാർക്കിംഗ് ലോട്ടിൽ കണ്ടാവും നിർത്തണം.
എനിക്കൊരു ഇഷ്ടം. അതെന്താ ഡോക്ടർ ഡ്രൈവിംഗ് കളിച്ചോണ്ട് അങ്ങനെ ഡ്രൈവിംഗ് അടിച്ച് അല്ലല്ല അങ്ങനല്ല. ഷാനുല്ല പഠിച്ചേ ഇപ്പോഴും ചവിട്ടി 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 ഇന്നാൾ ഇങ്ങനെ മരം കുത്തിയേ ക്യാമറിന്റെ ഇപ്പുറത്തുള്ള മരം വണ്ടി എടുത്ത്. അല്ല അന്ന് ഞാനും ഇതേമാതിരി പഠിച്ചോൻ ഉണ്ട്, ഞാനല്ല പഠിച്ചോൻ. നമ്മള് പൊറാട്ടി മീൻകറി തിന്നാ ഇറങ്ങിട്ടോ. ഹലോ ഹലോ നെജിമല്ലേ? അതെ. ഇത് DTDC എന്നാട്ടോ വിളിക്കുന്നത്. ഓക്കെ. ഒരു രജിസ്റ്റേർഡ് പാർസൽ ഉണ്ട്. അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ID പ്രൂഫ് ആയിട്ടൊന്ന് വരണം. ഏതെങ്കിലും മതിയില്ലേ? ആധാറോ ID കാർഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ലൈസൻസ് പറയാൻ? ലൈസൻസ് മതി, ലൈസൻസ് മതി. ഓക്കെ. എപ്പോഴാ എത്താ? എപ്പോഴാണ് ക്ലോസിങ്? ഹലോ 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 1 മണിക്ക് ബ്രേക്ക് ആണ് കേട്ടോ. അതിൻ്റെ മുമ്പ് വന്നോളൂ. ഹോം ഡെലിവറി ഉണ്ടോ? ഹോം ഡെലിവറി ഇല്ല, അത് രജിസ്റ്റേർഡ് ആയതുകൊണ്ട് നിങ്ങൾ തന്നെ വന്ന് വാങ്ങേണ്ടി വരും. ഓക്കെ ഓക്കെ. ഓക്കെ ശരി. അല്ല ഞാൻ അർഷുവിനോട് പറയണ്ടേ, ഞാൻ എന്തായാലും ഇതിലില്ല, എനിക്ക് ഇതിൽ റോളില്ല. ഇതിൽ അർഷുവാണ് ചാടി സർപ്രൈസ് ചെയ്യണത്. എനിക്ക് ജസ്റ്റ് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യണ റോളുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിന്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയി ഇടയിൽ കൂടെ പോയാൽ അവൽ മിൽക്കിന്റെ വീടുണ്ട്. ഞാൻ പറഞ്ഞ അർഷുവിനോട് നിങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കല്ലേ, ഞാൻ തിന്നിട്ടില്ല, ഞാൻ ഒരു അവൽ മിൽക്ക് കുടിച്ചാൻ പോയാലോ. അപ്പൊ അഥവാ അഞ്ഞി നജിമ വരാണ് എന്താ സൂര്യ ഏതാ പടം മറ്റേ ഗജനിയിലല്ലേ ഗജനിയില് മറ്റോ തണ്ണീർ പത്തദിനങ്ങളാ സൂര്യ അഥവാ നജിമ വരാണ് ഞാൻ തട്ടും അബിൽ മിൽക്കിന്റെ പാത്രം ഇങ്ങനെ കുടിച്ചിട്ട് ഇവിടെ അല്ല സർപ്രൈസ് ഞാനല്ല, അത് ഞാനല്ല. ലാസ്റ്റ് നജിമക്ക് മനസ്സിലാവും ഇങ്ങനെയൊക്കെ ഞാനല്ല പറഞ്ഞേ, ഇങ്ങനെ ഞാനല്ല. എന്താ ഒന്ന് കണ്ടറിയണ്ട കേട്ടോ. ഇബലേ അറസ്റ്റ് ചെയ്ത വൻ മണ്ടത്തരം എന്താ അറിയോ, DTDC എത്ര മണി വരെ ഉണ്ട് വെച്ചു, 1 മണി വരെയൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഞാൻ ഉള്ള പറയല, ഞാനാണ് ഇതിന് 12:45 കഴിഞ്ഞ് 12:56 കയറി ഇങ്ങനെ പാട്ട് അടിച്ചെന്ന് വാങ്ങിപ്പോരും. മിക്കവാറും ഓളും അങ്ങനെ തോന്നുന്നുണ്ട്. അർഷാന്റെ അല്ലല്ലോ, ചില്ലീസിലാണെങ്കിൽ സ്പൈസി ബ്രോസ്റ്റ് കഴിക്കാണൂല അല്ലേ, മിക്കവാറും സൂര്യന്റെ ഇതിടേണ്ടി വരും. അർഷു 10 കുടിച്ചിറങ്ങും, നജിമി ഇപ്പ ഇങ്ങനെ പോകും. ഞാൻ പറഞ്ഞ എനിക്ക് ബാത്റൂം പോണേ ഇവിടെ ഇവിടെ പോയിക്കോ. ഇംഗ്ലീഷ് കഫേ അല്ല ഇംഗ്ലീഷ് കഫേ അല്ലേ ആവാണ് ഞാൻ മെസ്സേജ് ഇംഗ്ലീഷ് ഹൗസിന്റെ അക്കൗണ്ടിക്ക് നീടെ കൊളാബ്. അപ്പൊ വാട്ട് കൈൻഡ് ഓഫ് വാഷ്റൂം കൊളാബ്? ഇക്കു അർജന്റ്, വെരി അർജന്റ് സിറ്റുവേഷൻ. എന്തായാലും നീ വന്ന് നോക്കിയിട്ട് കാണട്ടോ. എന്തായാലും ഈ കോളേജിൽ എനിക്ക് ചീത്തപ്പേരായി. ഞാൻ ഇവിടുത്തെ ബെസ്റ്റ് പോവാല്ലേ, 1 ദിവസം കൊണ്ട് എല്ലാ ക്ലാസ്സിലെ ടീച്ചർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ മറ്റേ സൂര്യന്റെ മറ്റേ പടത്തിലെ ഒരു കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെ ചിരിക്കൂലേ, ഞാൻ ഇന്ന് ഫുള്ളേ ഇന്നിന്റെ വേഷം സൂര്യന്റെ വേഷമാണ്. സൂര്യന്റെ ഒരു പടത്തിൽ ഇവിടെയൊക്കെ മേത്തൊക്കെ നെറ്റിമലൊക്കെ മുറിയങ്ങാണ്ട് കാറിൽ ഇങ്ങനെ കുട്ടി ഓവർടേക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു പോകുമ്പോ ആ റോളാണ് ഞാൻ ഇന്ന് ഇവിടെ ഫുള്ള് കുട്ടികളോടെ കെട്ടത്. ഈ നജിമനോട് മറ്റേ ഇതും കൂടി ഇട്ടാൽ ഇന്റെ ഇന്നത്തെ കഥാപാത്രം കഴിഞ്ഞു. ഏതായാലും വരുന്നവരെ കാത്തുക്കാം. ഓള് DTDCക്ക് പോയിക്കണ്, നമ്മളപ്പോ DTDCയിൽ ഇല്ലേനും മണിക്കൂറുകളോടെ കാത്തുന്നപ്പോൾ വന്നില്ല. സ്ക്രിപ്റ്റ് ഒക്കെ അത് ഓട്ടോറിക്ഷയാണ്. ഇങ്ങട്ടാണേ എല്ലാരും തിരക്കി, എല്ലാരും തിരക്കിക്കോളി. നമ്മൾ ഇങ്ങട്ടാണേ പരീക്കല്ലേ എന്റെ വണ്ടി ഞാൻ മാറ്റി തരാം പൊന്നാരൊക്കെ. എല്ലാരും ഇന്റെ ടേണാണ് കൊളാക്കി. ഇതവിടെ ഓള് മെസ്സേജ് അയച്ചോ? നമ്മൾ നോക്കാല്ലേ. എല്ലാരും ആകെ ടെൻഷനായി, ആകെ തൂറ്റി ഗൈസ്, കജ്ജിന്ന് പോയി ഗൈസ്, എല്ലായിടത്തും കൊളായി.
നോവേ കാറിലാവൂല. ആ കാർ ഇങ്ങോട്ടാണോ? അങ്ങോട്ട് കേറിയിട്ടും കാര്യമില്ല തോന്നുന്നു. കാരണം ചെലപ്പോ അനിയനെ വിട്ടിക്കണെന്നുണ്ടെങ്കിലോ അതിനും സാധ്യത ഇല്ലായല്ല. പക്ഷെ അവളോട് ഞാൻ പറഞ്ഞിനി എൻ്റെ മനസ്സ് പറയുന്നു ഓളവിടെ വന്നു പോയി. ഓളവിടെ ഇല്ല. അല്ല ചോദിച്ചു നോക്ക് ആരെ വന്നത് ചോദിച്ചു അടക്ക് ഈ ഫോണിലാണ് ചാറ്റ്. 2 കൊറിയർ ഉണ്ട്. നമ്മൾ ഈ കൊറിയറിലാണ് സാധനം പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ ഓൾ ഇവിടെ വന്നു പോയി. ഇപ്പോൾ ഓൾ അപ്പുറത്തെ കൊറിയറിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ കാക്ക ഓൾ അങ്ങോട്ട് പറഞ്ഞേച്ചിക്കണേ അവിടെ ഉണ്ടാവും കരുതിയാണ്ട്. അപ്പൊ നമ്മള് അവിടെ പോയാണ്ട് ഇതാണ് ഞാനാണ് സർപ്രൈസ് എന്ന് പറയുന്നത്. ആ ഓറക്കി എല്ലാത്തൊരു ഇടങ്ങറന്ന്. നേരത്തെ മാറ്റിക്കൂടിനത്. ഞാനൊരു കാര്യം പറയട്ടെ സൽമാനെ, ജിഞ്ച പിന്നാലെ വരുമോ? അല്ലാതെ കുഴപ്പമില്ല. കാരണം അവിടേക്ക് വണ്ടി കയറ്റാനും പണിയാ. മനസ്സിലായി. ശ്വാസം കിട്ടില്ലേ? കൃത്യവിശ്വാസം വേണോ? ഇവിടെ മുന്നിൽ വണ്ടി, ബാക്കിൽ വണ്ടി, സൈഡിലും വണ്ടി. പ്രൊഫഷണൽ കൊറിയർ ഇവിടെ എവിടെയാണ് വിചാരിച്ച് പോകട്ടോ. ഞാൻ മാസ്ക് ഒന്നും ഇടണ്ടല്ലോ. മാസ്ക് ഇടണേ വീഡിയോ എടുക്കണേ. ഒരു മിനിറ്റടാ, ഇതിന്റെ ഉള്ളിൽ എടുക്കുവാണ്. ഒരു മിനിറ്റ് ഇട്ടോ. അപ്പൊ അതൊക്കെ പോ. അല്ല ഞാൻ കൂടാ. എവിടെ? ആ ആക്കണ അതിന്റെ ഉള്ളിൽ അതിന്റെ ഉള്ളിൽ ഇവിടെ നിർത്തിക്ക. അവിടെയാണ് ആ പെയിന്റ് വീടിന്റെ ഉള്ളിൽ കൂടെ. ഇവിടെ അല്ല ആ പെയിന്റ് വീടിന്റെ ഉള്ളിൽ കൂടെ. ഇജിന്റെ പിന്നാലെ വരുമോ? അതിന്റെ ഉള്ളിൽ കേറിന് ആ പെയിന്റ് വീടിന്റെ അപ്പുറത്ത് കൂടെ തന്നെ. അതാണ് ഇപ്പൊ എനിക്ക് ഡൗട്ട്. അങ്ങനെ പോയാ അതാവോ ഒരു സംശയം. ഒരു കൊറിയറാരനെ ഇങ്ങനെ വിളിച്ചു വെറുപ്പിച്ചാൻ പാടുണ്ടോ? നമ്മൾ ടെൻഷനാവണേ. ടെൻഷനായി. ഞാനൊക്കെ എത്ര നേരം കോളേജിന്റെ പൂവാലം പട്ടം ചാപ്പി നിൽക്കരുത് 5 മണിക്കൂർ. അല്ലേ കൊറിയറാരനെ ഇങ്ങനെ വിളിച്ചു വെറുപ്പിച്ചാൽ. ഇതിന്റെ ഉള്ളിൽ കൂടെ ആ ആൽഫ പെയിന്റിന്റെ ഉള്ളിൽ കൂടെ അതിന്റെ ഉള്ളിലാണ്. ഇജ്ജ് കയറ്റിക്കോ, കുഴപ്പമില്ല. പ്രൊഫഷണൽ കൊറിയർ സർവീസ് അല്ലേ? ഞാൻ കണ്ടു രങ്ങാടിയിലെ പേര് കേട്ട കോഴിയായിരുന്നു. എല്ലാ കോളേജിന്റെ അടിയും ബസ് സ്റ്റാൻഡ്. പക്ഷെ ഓളവിടെ കാണാലോ കേട്ടോ. ഇവിടുന്ന് പോയിട്ടോ. ഓള് ഇവിടുന്ന് 2 ഫോട്ടോ വിട്ടാണ്ട് പോയി. അത് പാടി പിന്നെയും പാടിട്ടോ. ഇനിയിപ്പോ വന്നിട്ട് മുട്ടിയാണ്ട് പറയും നിങ്ങൾ കുറെ നേരം ഇവിടെ കറങ്ങണേ. ഞാൻ സർപ്രൈസ് ആയി അറിയും. നിക്ക് പോയോക്കാ. കൊറിയറിന്റെ അവിടെ ഓള് ഉണ്ടാകുമോന്നൊന്നും അറിയില്ല. ഞാൻ പോയി നോക്കിയപ്പോ അവിടെ ഒരു പെണ്ണിനെ കണ്ടത്. പക്ഷെ ശരിക്കും നോക്കാൻ പറ്റില്ല. പോയോക്കാം. ഓള് കൊറിയറിന്റെ ഉള്ളിൽ നടക്കണേ. അല്ല കൊറിയറിന്റെ അപ്പുറത്ത് അക്ഷയകാന്ത്. അത് ഓളെ ചെരുപ്പാണോ? അത് ചെരുപ്പാണ്ടാ എനിക്കറിയാം. നോക്കട്ടെ. ആ സോനുവിന്റെ ചെരുപ്പ്. അതല്ല ആളിവിടെ ഇല്ല. ആള് ഞമ്മക്ക് അതിലും വലിയ സർപ്രൈസ്. ആള് ഞമ്മക്ക് അതിലും വലിയ ഞമ്മക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ ഒരു മനസ്സം 3-4 ദിവസത്തെ ഉറക്കം ഒഴിച്ച് കാനഡയിൽ നിന്ന് പണ്ടാറടക്കി ലക്ഷക്കണക്കിന് ഉറുപ്പിയും ചെലവാക്കി വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഒരു പാളിപ്പോയ സർപ്രൈസ്. അപ്പുറത്ത് കൂടെ കയറി. അവിടെ ഇല്ല. ഇനിയിപ്പോ എവിടേക്കാ ഓളെ പോയി തരാ? അടുക്കള കയറി സർപ്രൈസ് കൊടുക്കാം.
അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നാളെ പോയിട്ടാ മതിയോ? ഇന്ന് എങ്ങോട്ടോ പോവാണ്ട്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നാളെ പോയിട്ടാ മതിയോ? മുണ്ടല്ലേട്ടാ, എനിക്കറിയില്ല അത് എങ്ങനെയും പോയി സാധനം സെറ്റാക്കുക. ആ സാധനം റിട്ടേൺ പോയി കഴിഞ്ഞാൽ എനിക്ക് പണിയാണ്. അത് പിന്നെ ആ ചങ്ങാൻ്റെ അടുത്ത് ഞാൻ പിന്നെ അവനെ സ്വീപ്പാക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കുക. ഞാൻ അക്ഷയന് വിളിക്കണം, പക്ഷെ ചങ്ങാതി ഫോൺ എടുക്കണില്ല. അവന് റെഫറൻസ് എടുക്കാൻ ഓൻ ഓൺലൈനിൽ ഉണ്ട്, പക്ഷെ അവൻ ഫോൺ എടുക്കണില്ല. ചിലപ്പോൾ കടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും, എന്താ സംഭവം അറിയില്ല. ഓന് ജെറ്റ് ലാഗ് റെഡി ആയിട്ടില്ല പറഞ്ഞു എന്നോട്. കുറച്ച് ദിവസം അയക്കണേ വന്നിട്ട് ഓൻ അവിടെ പകൽ പണി എടുക്കണല്ലേ, ഇത് ടൈം സോൺ മാറ്റല്ലേ. ഞാൻ ഏതായാലും ഓനൊന്നുകൂടി മെസ്സേജ് അയച്ചിക്കണം. ഓനോട് ഞാൻ റെഫറൻസ് എന്തെങ്കിലും നോക്കാൻ പറഞ്ഞിരിക്കണേ. ഇജിപ്പോൾ എന്നിട്ട് അവിടുന്ന് പോയോ? ഒരു മിനിറ്റ്, നിങ്ങൾ മിണ്ടരുത് കേട്ടോ. ബോയ്സിൻ്റെ അവിടുത്തെ കൊറിയർ ഏതാണ്? DHL ആ മേലത്തതോ? ബോയ്സിൻ്റെ അവിടെ പോയാലെന്നാ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇവിടെ വണ്ടി കറക്റ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞാൽ അവളോട് പറയും പ്രൊഫഷണലാണ്, ഓനെ വിളിച്ചിട്ട് കിട്ടി ഇതിലുണ്ടാവും, അങ്ങോട്ട് പോകാൻ പറയും. വിളിച്ച് പറഞ്ഞിട്ട് പറയും. പക്ഷേ അപ്പൊ ഈ വണ്ടി ഇവിടെ കണ്ടാലോ? പെട്ടെന്ന് ആ ഇല്ലടാ, ഇത് പിടിച്ചോടാ. ഇത് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ്. ആ ഓരോ കൊറിയർ ഓഫീസ് പോകുമ്പോൾ അവിടുത്തെ പറയാം അവിടെ പോയി ചിലപ്പോൾ അവിടെ ഉണ്ടാകും. ഈ വണ്ടൂര് തന്നെ അല്ലേ? അതിപ്പോ നമുക്ക് അങ്ങനെ ചോദിക്കാനും പറ്റൂലല്ലോ. ഓള് ഞാൻ ഇപ്പൊ ചോദിച്ചപ്പോൾ ഓള് VMCന്റെ അടച്ചൊരു നമ്പർ എന്നാ വെറുതെ ഒരു നമ്പർ കൊടുക്ക. എന്ത് അടക്കിട്ടോ? അക്ഷയന്റെ നമ്പർക്ക് ഞാൻ ഇവിടുന്ന് വിളിച്ചു നോക്കട്ടെ, കോള് പോകുമോ അറിയാലല്ലോ. ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണ്ടേ ആടക്ക് ഞാൻ അക്ഷയന്റെ നമ്പറിനെ കൊടുക്കാം. അക്ഷയന്റെ നമ്പർക്ക് കോള് പോണില്ല. ഞാൻ അക്ഷയന്റെ നമ്പർ കൊടുത്തിക്കണേ, അതിക്ക് കോള് പോരാ. അല്ല അല്ല ഇപ്പൊ തൽക്കാലം അവളെ പറ്റിച്ചാണ്. നമുക്കൊരു സൊല്യൂഷനൊക്കെ എത്താൻ സമയമാണ്. എന്ത് നോക്കൂല ഓളെ കൊറിയർ ഓഫീസിൽ. അപ്പൊ എന്ത് പറഞ്ഞ ഓളെ നമ്മൾ ഇവിടെ വരുത്താ? ഓളങ്ങോട്ട് വരും, ഞാൻ ഓളങ്ങോട്ട് വരുത്താല്ലേ പണിയാ നോക്കണേ. ഓക്കെ ആ ഇതന്നെ ഇതിന്റെ ഉള്ളിൽ ഓള് വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ മുകളിൽ കയറാം. നമ്മളെ പ്ലാന് ഓളിപ്പോൾ വേറെ വണ്ടൂരിൽ എല്ലാ കൊറിയർ കൂടിയും പോയിക്കണേ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനെ കൊണ്ട് ട്രാക്ക് ചെയ്യിപ്പിച്ചു. ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്കാണ്. ഞാനും കൊറിയർകാരോട് സംസാരിക്കാം, ഈ കൊറിയർക്ക് വാന്ന് പറഞ്ഞേക്കാണ്. അപ്പോൾ ഓൾ ഇങ്ങോട്ട് വരും. ആ അപ്പോൾ ഇവിടെ എത്തിയിട്ട് വിളി. ആ അതെ അതെ, ഓള് പ്രൊഫഷണൽക്ക് വന്നിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞേക്കണേ. അല്ല ഞാനിങ്ങനെ കാട്ടിയാലോ? ഇവിടുന്ന് ഓളിന്നെ വിളിക്കുമല്ലോ, ഇവിടുന്ന് കജ്ജി കാട്ടിയാലോ? അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ടോ? ഓക്കെ 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 ആ ഓക്കെ 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 വരുമോ നോക്കാം. നമ്മളൊരു പ്രതീക്ഷ കേട്ടതൊക്കെ. ഗതികേടാണ് ഗായ്സ്. ഒരു സർപ്രൈസിന് വേണ്ടിയിട്ട് മനുഷ്യൻ കിടന്ന എട്ടങ്ങറാണ് നിങ്ങൾ കാണുന്നുണ്ട്. ഓ അനപ്പ മൂഞ്ചിച്ച് കച്ചി തരുമോ? ഓ വണ്ടിയിൽ തന്നെ അറിയില്ലേക്കാരല്ലേ? അല്ല ഞാൻ കാണൂല. അല്ലാ അതിൻ്റെ മുന്നിൽ കൂടെ പോയേ. കണ്ടു ഹലോ, കൊറിയർ ഇവിടെ മേലെ കൊറിയർ. കൊറിയർ വാങ്ങാൻ പറ്റില്ലേ? കൊറിയർ വാങ്ങാൻ വരുന്നില്ലേ? കൊറിയർ വാങ്ങണ്ടേ?
അതാകെ കിളി പോയിക്കുണ്ട് അതിന്റെ. കൊറിയർ വേണ്ടേ? കൊറിയർ ഓള് വിറക്കണൊക്കെ രാജ്യങ്ങളൊക്കെ വിറക്കുന്നുണ്ട്. കൊറിയർ വേണ്ടേ? എന്തേ കൊറിയർ വേണ്ടേ? എന്തേ എന്താ വിറക്കണേ? എന്താ വിറക്കണേ? എത്താണ് ഇപ്പൊ പിടിച്ചു പുളി? എന്ത് എന്ത് ഇത് പ്രതീക്ഷിച്ചോ? സത്യത്തിലും പ്രതീക്ഷിച്ചോ? നിങ്ങൾ വണ്ടി കണ്ടോ അനാന്റെ? ആ അനാന്റെ വണ്ടി കണ്ടോ നിങ്ങള്? ഇത് പേടിച്ചോ? ഇത് പ്രതീക്ഷിച്ചോ? സത്യത്തിൽ കൊറിയറിലാണോ വന്ന്? അപ്പൊ നമ്മൾ വിജയിച്ചു. ഞങ്ങളില്ലേ അനക്ക് അറിയില്ല ഇത് ഈ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നല്ല ഇടങ്ങറേക്കണ്. മണിക്കൂർ ഇരുത്താക്കുണ്ട് മേത്തൊക്കെ ഇക്കൊക്കെ ഉണ്ട്. ഞാൻ നജി ആനാനെ കണ്ടു വിചാരിച്ച്. നിങ്ങള് ആ ഡ്രൈവർ സീറ്റിന്റെ അതിൽ വെച്ച് വന്നേ. ആ ഭാഗ്യം. പേടിച്ചോ? ഇജെടുക്കോ നിക്കണേ? ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്ലാൻ മാറ്റം നിന്ന് പറയോ? ഇമ്മ ഏറിയാട്ടാണറില്ലേ? ഞാൻ ഇമ്മാന്റെ അടുത്ത് പോയിങ്ങാണ്ട് ഇമ്മാനെ സർപ്രൈസ് ആക്കിയാണ്ട് അന്നോടും സോനുനും പാടെ ഏറിയാട്ടേക്ക് എന്തെങ്കിലും എമർജൻസി ആയിട്ട് വരാൻ പറഞ്ഞ് അവിടെ പോയി പ്ലാൻ ആക്കിയാൽ വിചാരിച്ച് കുറേ വട്ടം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പാൻ്റെ അടുത്ത് പോകാൻ വിചാരിച്ച്. അവിടെ ചെന്നുകാണ്ട് അപ്പാനടുത്ത് ചെന്നാണ്ട് ഇതേമാതിരി സോനുവിനെയും അന്നയും വിളിച്ചു വരുത്തിയാണ്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാണ്ട് അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച്. അതിലാണ് ഇജ്ജ് ഇങ്ങോട്ട് എത്തിയെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ നിംസിന്റെ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇജ്ജ് TTDCന്റെ അവിടെ അല്ല. അതിൽ പിന്നെ ഈ ഫോട്ടോ അയച്ചു അതിൽ ഇങ്ങോട്ട് വന്ന് ഇവിടെ കാണാനല്ല. അപ്പോൾ ഇജ്ജ് അവിടേക്ക് പോയിക്കണം DHLന്റെ BMCന്റെ അവിടേക്ക്. അപ്പോൾ എനിക്ക് ഉദിച്ച ബുദ്ധിയാണ് ഇങ്ങനെ ഞാൻ സംസാരിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ വേഗം ഇവിടെ കയറി നിന്നു. ഇജ്ജ് വന്നു. കറക്റ്റ് സംഭവം പരിപാടി കഴിഞ്ഞു. അതല്ല ഞാൻ ജോർജിയത്തെ ഫ്ലാഗ് അയച്ചു തന്നില്ലേ? അതൊക്കെ ഒറിജിനൽ ആയോ? ഞാൻ സക്സസ് ആയാളാ. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ടോ? കഴിഞ്ഞ 6 മാസത്തെ പ്ലാനിങ്. അത് 6 മാസത്തെ പ്ലാനിങ്. 6 മാസം മുമ്പ് ഞാൻ പ്ലാനിങ് തുടങ്ങി. 6 മാസം മുമ്പ് ഞാൻ പ്ലാനിങ് തുടങ്ങിയത് ഇതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വരാൻ. ഐ ആം സക്സസ്ഫുൾ അല്ലേ? ഉറപ്പല്ലേ? ഹാപ്പി. ഇനിയില്ലേ കുടി പോയിക്കോളി. ഞാൻ വരാം. ഇനി കുറച്ച് ആൾക്കാർക്ക് കൂടി ഇതേ പണി കൊടുക്കാണ്ട്. ഓക്കെ? മുണ്ട ആരോട് പറയല്ലോ. ആ ഗൈസ് എന്റെ 6 മാസത്തെ അധ്വാനാണിത്. അത് സക്സസ് ആയി. ഏയ് അത് മേലെ നാക്കിയതാണ്. ഓളും വിറക്കുണ്ട്. മാറാ ആനാന്റെ വെട്ടിയും നോക്കി കഴിഞ്ഞിട്ട് അടുത്തത് നമ്മള് നേരെ ഇപ്പാൻ്റെ അടുത്ത് പോവാ. ഇത് മോനെ ഇത് ഭയങ്കര കിട്ടലായി. ഊള് നിന്ന് വിറക്കുക താഴത്തുനിന്ന് കണ്ട്. മതി 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 മുതലേ. ഞാൻ വണ്ടിയുടെ നിർത്തും. അതില് സൽമാൻ എന്ത് ചെയ്യാ? ഞാൻ അർഷുന്റെ പാപ്പാനായിട്ട് വർത്താനം പറയുമ്പോ സൽമാൻ എന്തായാലും അർഷുന്റെ പാപ്പ മൈൻഡ് ആക്കൂല. സൽമാൻ ആ ടേബിളിമേ എന്താ ചെയ്യണ്ട അറിയോ? അവിടെ ഇങ്ങോട്ടിരുന്ന ടേബിളില്ലേ ആ ചെക്ക സൗണ്ട് പിടിച്ചിരിക്കണില്ലേ? അതേപോലെ ഇവിടെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. ആംഗിള് പിടിച്ച് ഇങ്ങനെ ഗെയിം കളിച്ചണ പോലെ എന്തെങ്കിലും കാട്ടിങ്ങനെ ഇരിക്കുക. ഓണാക്കണം കേട്ടോ. അതിന് പിടിച്ച് നോക്കി ഓഫ് ആക്കരുത്. അപ്പൊ മൈക്ക് കണക്ക് വേണ്ടി വരുമോ? മൈക്ക് മറ്റേ മൈക്ക് എടുക്കട്ടെ. ഉണ്ട് ഒരു മൈക്കിന് ഉള്ളിൽ സീനാവും. ഞാൻ മാപ്പാനോട് ആദ്യം സംസാരിക്കാം. അങ്ങനെ ഞാൻ നിൽക്കുമ്പോ എന്താ പറയാ? ഒരു സോഡ അറിയാം. ബാക്ക് കൂടെ വന്നാല് വണ്ടി ഇറന്നിട്ട് ഒരു സോഡ നല്ല ചൂട് അറിയാം. സോഡ എടുത്തു 8 രൂപ. എന്നായിക്കോട്ടെ ശരി. ഇനി ഇവിടെ ഉണ്ടല്ലോ കേട്ടോ. വർത്താനം പറഞ്ഞ് നിൽക്കും.
വർത്താനം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സിഗ്നൽ തരാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ അപ്പുറത്തേക്കാ എനിക്ക് സിഗ്നൽ എന്നാ ഞാൻ അവിടുന്ന് എനിക്ക് അർശുവിന് സിഗ്നൽ കൊടുക്കാം. ഓ അതൊക്കെ പിന്നെ ഞാൻ ഇറങ്ങി ചെലപ്പോ എന്റെ അപ്പല്ലേ എന്നോട് ചോദിക്കാൻ മതി ഇപ്പിമയൊക്കെ ഉണ്ടോ ചോദിക്കാൻ മതി. അല്ല പറയണേക്ക് ചെലപ്പോ അവിടെ ചില്ലറ മാറ്റാൻ വന്നാ അല്ല ചെലപ്പം ഇപ്പൊ ചോദിക്കാൻ മതി ഇപ്പിമയൊക്കെ ഉണ്ടോ ചോദിക്കാൻ മതി. അങ്ങനെ ചോദിക്കാണ്ട് വണ്ടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുഖല്ല കിടക്കാരനായി എന്തേലൊക്കെ പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞായി എന്താ ഇപ്പാനെ ഹോസ്പിറ്റലിൽ കാട്ടി വരും എന്ത് പറഞ്ഞല്ലോ. അല്ലെ വാട്ടച്ചോനെ ജിഞ്ഞ കൊല്ലുന്നവര് വാപ്പനെ കണ്ടിട്ടില്ല ഇതുവരെ. വാപ്പ ലോകാന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ. അടക്കിടക്ക് ഞാൻ പോവാട്ടോ. ഞാൻ വിളിക്കാം. ഷൂട്ട് ചെയ്യണം കറക്റ്റ്. അല്ലാണ്ട് ആകെ എനിക്ക് ഒരു പണിയുള്ളൂ. ഇല്ല അർശു വരണേ അർശുവിന്റെ ബാക്കിൽ വരണം. അർശുവിനെ വിളിച്ചിക്കാല വണ്ടി വന്നു. അമ്മ എന്താ വണ്ടി പേര് അർശുനെ നിൽക്കുമ്പോ വണ്ടി എടുത്ത് പോകും. കണ്ടേ വാപ്പാ പുറത്തേക്ക് അത് ഞാൻ വാപ്പാനെ ഡീൽ ചെയ്തോണ്ട്. അർഷു എന്താ ചെയ്യണ്ട അറിയാം. അർഷുവിന് ഇപ്പൊ കറക്റ്റ് സ്കോപ്പാ. ഇതിലിറങ്ങാ എന്നിട്ട് ഈ വണ്ടിന്റെ അപ്പുറത്ത് കൂടെ മെല്ലെ വരിക. അപ്പൊ ഇതിനെ വാപ്പാനെ ചാക്കിലാക്കിക്കൊണ്ട് ഒരു ചായ ഇരുന്നറിയാം മാസ്ക് ഇട്ടാണ്ട് തന്നെ പറയാം കേട്ടോ. അപ്പൊ അർഷുവിന്റെ ബാക്കിൽ ഈ ഭാഗത്തു കൂടെ സൽമാൻ ഇറങ്ങട്ടെ പോയിട്ട് ഇവിടെ ഞാൻ ഇപ്പുറത്ത് കൂടി വരാം. ഓക്കെ ജയിലെ തന്നെ വരേണ്ടത്. അപ്പഴേ വാപ്പാന്റെ എക്സ്പ്രഷൻ കിട്ടും. ഇപ്പൊ തന്നെ ഇറങ്ങിയോ? ഇപ്പൊ തന്നെ ഇറങ്ങല്ലേ? അർഷു ഇറങ്ങുമ്പോ ഇറങ്ങി സൽമാനെ. എനിക്ക് സ്ക്രിപ്റ്റ് മനസ്സിലായിട്ടില്ലേ? പോട്ടെ ഇപ്പൊ എവിടെയാണ്? ഉള്ളിലെ പുറത്താ? ഓനെങ്ങനെ പോണേ? സംസാരിക്കണ്ടാവും. നമ്മള് വല്ലാതെ സംസാരിക്കണ്ട. അവിടെ അല്ല ഇങ്ങോട്ട് മാറിയില്ലേ? അർഷു ഇങ്ങനെ വെള്ളം കുടിച്ചോ? എന്താ വർത്താനം എല്ലാരും? എന്തായാലും ചായ വെള്ളം എനിക്ക് ലേയും മതി. തണുപ്പ് ഇത് നിങ്ങൾക്ക് പിടിച്ചിക്കണോ? ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയോ? അല്ലല്ലോ, ഇത് ജോർജ് തന്നെയല്ലേ? ഓക്കെ ജീനുവിനെ പറ്റിച്ചാൻ പെട്ടപ്പാട് വണ്ടൂരങ്ങാടി മൊത്തം ചുറ്റിക്കണം. ഞങ്ങൾ ഓരോ കൊറിയർ ചെല്ലുമ്പോ അവിടുന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഇപ്പാന്റെ വീഡിയോ എടുക്കാൻ നിക്കാം. അപ്പോൾ കൊറിയർക്ക് പോയി. അതില് ഞങ്ങള് ഇവിടെ നിർത്തിയ വേണ്ടി ഇമ്മല്ല ഇമ്മക്ക് വേറെ കൊടുക്കണം. ഇമ്മാനെ വിളിച്ചറിയില്ല നിങ്ങള്. സലാമു അലൈക്കും. പാപ്പ കണ്ടുമാ കണ്ടുകണ്. സർപ്രൈസ് കൊടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി തരാറുണ്ടോ? നിങ്ങളിപ്പോ കൊണ്ടാനി വരണ്ട, ഞാൻ ചോറ് വെച്ചിട്ടുള്ളൂ. അനുവിന്റെ ഒപ്പം വൈകുന്നേരം വരാന്ന് അനുവിനെ വിളിച്ച്. അതിലപ്പനെ ഞാൻ ഇവിടുന്ന് പീടിന്നാണ് വരികയാണ്. എന്നാ ഇത് ചോറ് വെച്ചാ എന്നാ ഞാൻ ചോറ് വെച്ചിട്ട് വരാം. അത് ശരി എപ്പോഴാന്ന്? ഞാൻ ജോർജിക്കൊന്നല്ല പോയത്, ഞാൻ നേരം കേട്ടാ. വാവനോടല്ല മൂത്തമ്മ വെച്ച് സജിയൊക്കെ വാവ വരുന്നുണ്ടോ? എന്നാത്താണോ ജോർജിയിലുണ്ട്, ഒരാഴ്ച ഞാൻ അങ്ങോട്ടന്നെ പോകും. പിന്നെ അപ്പൊ വാസിലും അസറും ഇങ്ങോട്ട് വരും എന്നൊക്കെ പറയാ. ഇവളെ പറ്റിച്ചാൻ പെട്ടപ്പാട്. ഇവളെ പറ്റിച്ചാന് കൊറിയർ ഉണ്ട് പറഞ്ഞാണ്ട് ഞാൻ ചെങ്ങായി കൊറിയർ അയച്ചിക്കണെന്നൊക്കെ. എന്തിനാണ് ഈ വരവ് റെഡിയാക്കാൻ വേണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയ പ്ലാനാണ് ഇതൊക്കെ. ഈ വരവിന് 4-5 മാസം മുമ്പ് ബടായി ഒട്ടിച്ചു തുടങ്ങി ഞാൻ നമ്മളോട്. ഈ കാരണം സംശയം തോന്നരുത്, സംശയം തോന്നാതൊക്കെ വേണ്ടിട്ട് മാസങ്ങൾ കൊണ്ട് തെനഞ്ഞെടുത്ത സോണിയാണ് ഫസ്റ്റ് ആണ്.
ഇപ്പാക്ക് എന്തേ വെച്ചായിണ്ടോ അപ്പൊ ഞാൻ നമ്മൾ ചോറ് വെച്ച് കണ്ട് നിസ്കരിച്ചിട്ട് പിന്നെ പീടിക തുറക്കാൻ പോകുമ്പോ വന്നാ മതിയാണ്. ഇനി അപ്പൊ വെയില ഞാൻ പീടിയെന്ന് വരാം. പ്രതീക്ഷിച്ചില്ലല്ലോ. ഞാൻ പറ്റിയ ഇന്റെ ടിക്കറ്റും കായി മുതലായി. 3 ആളെ ഞാൻ പറ്റിച്ചു. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ, കുഞ്ഞാമാൻ്റെ വീട്ടിൽ. ഓക്കെ, ഇത് കുഞ്ഞാമാൻ്റെ വരെയാണ്. കുഞ്ഞാമാനെ പോയിട്ട് ഒന്ന് പറ്റിച്ച ഞാനുണ്ടാവും. ഞാൻ അല്ലല്ല കട്ട് ചെയ്യുന്ന വേണ്ട, ഞാനിവിടെ വിളിച്ചിക്ക. നിങ്ങളേ കുഞ്ഞാമ്മ വരുമ്പോത്തിന് നിങ്ങളൊന്ന് കയറി ചെന്നാണ് ഞാൻ ഇനി എന്തായാലും പ്രതീക്ഷിക്കൂല. ഇജു അങ്ങോട്ട് പോയിക്കോ. ഇനോ അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട്. അസ്സലാമലൈക്കും. ഞാനവിടെ പോന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഞാൻ വരുന്നു. അപ്പോൾ ഗൈസ് ഞാനിനി നാട്ടിലത്തെ ചെക്കന്മാരെ കാണാൻ പോകാം കേട്ടോ. നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കൂട്ടുകാരൻ്റെ കുടിരിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ ടീം കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓലടേക്ക് പോയോക്കാം. നമുക്ക് മനസ്സിലാക്കുക, നോക്കാം. പോയോക്കട്ടെ. ജസ്ബലൊക്കെ ഉണ്ടോ അവിടെ? ഇത് ഇവിടെ കയറി പറയേ. നോക്ക്, ബിരിയാണി ആണെങ്കിൽ സാവല് കുത്താനല്ലേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതായിരുന്നു നമ്മളെ സർപ്രൈസ് വ്ളോഗ്. ഇതിൽ ഒരു സംഭവം നമുക്ക് മിസ്സായിട്ടാണ്. ഞാൻ ഉമ്മമാനെ സർപ്രൈസ് ചെയ്തിരുന്നു. അതായത് ഉമ്മാൻ്റെ വീട്ടിൽ പോയിട്ട്. അത് സംഭവം ആ ഒരു ഇൻസിഡൻറ്റ് അടിപൊളിയായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ ഫൂട്ടേജ് മര്യാദയ്ക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയില്ല. അതുകൊണ്ട് അത് മിസ്സായിപ്പോയി. അതുകൊണ്ട് നമുക്കത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ബാക്കി എല്ലാവരെയും ഞാൻ നല്ല രീതിയിൽ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. അവരാരും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സംഭവം നമ്മൾ പരിപാടി സക്സസ് ആയി എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ പറയാനുള്ളത്. ഇനി അങ്ങോട്ട്, അതായത് ഇനി അങ്ങോട്ട് നമ്മൾ ഒരുപാട് വ്ളോഗ്സുകൾ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ നാട്ടിലുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളതും കൂറ്റമ്പാറന്നൊക്കെ ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും നമ്മൾ കുറേ വ്ളോഗ്സുകളൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ആരെ സർപ്രൈസ് ചെയ്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.